അടിമ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മുടെ അരിസ്റ്റോട്ടിൽ പുള്ളിക്കാരൻ പറഞ്ഞതിനെയാണ് ഇനി നോക്കാൻ പോകുന്നത്. മനുഷ്യന്മാർ നല്ല ജീവിതത്തിന് ആഗ്രഹിക്കുന്നു എന്ന് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ നല്ല ജീവിതം, നല്ല നന്മ നിറഞ്ഞ ജീവിതം ലഭിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഓരോ മനുഷ്യനിക്കും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കാൻ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ ഓരോ മനുഷ്യനും ആവശ്യമാണ്. അതിൽ ജീവനില്ലാത്ത വസ്തുവിനൊരു ഉദാഹരണമാണ് സമ്പത്ത്. പാത്രങ്ങളും ഫർണിച്ചറുകളുമൊക്കെ ഇൻആനിമേറ്റ് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതായ സ്വത്തുക്കളാണ്. അടിമകൾ ജീവനുള്ള ഉപകരണമാണ്, അഥവാ ഇവർക്ക് ആവശ്യമായ ഒരു ഉപകരണമാണ് അടിമകൾ എന്ന ജീവനുള്ള വസ്തു. ഒരു കുടുംബത്തിലെ വീട്ടിനകത്തുള്ള ജോലികൾ മുഴുവനും ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് സേവനാണ്, അഥവാ വീട്ടിൽ താമസിപ്പിക്കുന്ന ഒരു സേവകനാണ് അടിമ എന്നുള്ളത്. അടിമ സമ്പ്രദായത്തിന് ഒരു അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട് എന്നാണ് മിസ്റ്റർ അരിസ്റ്റോട്ടിൽ ബായ് അറിയിക്കുന്നത്. അദ്ദേഹം അതിന് കാരണങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ സുപ്പീരിയറായ, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ, ഉന്നതിയുള്ളവനും എന്നാൽ താണവനുമായ രണ്ട് വിഭാഗം ജീവികളുണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ ബായ് പറയുന്നു. ആത്മാക്കളുള്ള മനുഷ്യന്മാരാണ് സുപ്പീരിയർ ജനങ്ങൾ, ഉന്നത ജനങ്ങൾ എന്നർത്ഥം. അവർക്കൊക്കെ ചിന്തിക്കാനുള്ള റീസൺ ഉള്ള മനുഷ്യന്മാരാണ് അവർ. എന്നാൽ ആത്മാവില്ലാത്ത വെറും ജീവൻ മാത്രമുള്ള മനുഷ്യന്മാരാണ് താഴ്ന്ന ആൾക്കാർ. അവർക്ക് വെറും അപ്പിറ്റൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ആഗ്രഹം എന്നർത്ഥം, അല്ലെങ്കിൽ തൃഷ്ണ എന്നർത്ഥം, വിശപ്പ് എന്നർത്ഥം. അവർക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. അരിസ്റ്റോട്ടിൽ ബായിയുടെ അഭിപ്രായ പ്രകാരം ഇൻഫീരിയറായ ആൾക്കാരെ ഭരിക്കേണ്ടത് സുപ്പീരിയറായ ആൾക്കാരാണ്. അഥവാ ആത്മാക്കൾ ശരീരത്തെ ഭരിക്കേണ്ടതാണ്. വിവേകം, അറിവ്, ചിന്താശേഷി എന്നത് വെറും അപ്പിറ്റൈറ്റിനെ, അഥവാ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിശപ്പ്, അതിനെ ഭരിക്കേണ്ടതാണ്. വിശപ്പിനെ ഭരിക്കേണ്ടതാണ് റീസൺ എന്ന് പറഞ്ഞാൽ ചിന്താശേഷി എന്നർത്ഥം. ബുദ്ധിപരമായ കഴിവ് ഉടമകൾക്ക് ഉണ്ട്, മുതലാളിമാർക്ക് ഉണ്ട്. എന്നാൽ അടിമകൾക്ക് ശാരീരികമായ കഴിവ് മാത്രമേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെയും ഓരോ ജനങ്ങളുടെയും മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത്. അഥവാ ബുദ്ധിപരമായ ശക്തിയും ശാരീരിക ശക്തിയും ഉണ്ടാവുക എന്നുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഓരോ പൗരൻ്റെയും ഓരോ വീട്ടുടമസ്ഥൻ്റെയും ധാർമ്മികമായ വികസനത്തിനും ബുദ്ധിപരമായ വളർച്ചയ്ക്കും അത്യാവശ്യമായതാണ് ഈ രണ്ടും ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ രണ്ടും എന്നുദ്ദേശിക്കുന്നത് ഇൻ്റലക്ച്വൽ പവറും ബോഡി പവറുമാണ്. ഫിസിക്കൽ പവർ അഥവാ ശാരീരിക ശക്തി, അടിമക്കുള്ള ശാരീരിക ശക്തിയും പിന്നെ ഉടമക്കുള്ള ബുദ്ധിപരമായ ശക്തിയും, ഇത് രണ്ടും ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ ബായ് അറിയുന്നത്. അടിമയില്ലാതെ നല്ല ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്ന് അരിസ്റ്റോട്ടിൽ ബായ് നമ്മെ ഉണർത്തുന്നു. അപ്പോൾ ഒരു സംശയമുണ്ടാകും, ഈ സംവിധാനത്തിൽ അടിമകൾക്ക് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാകുന്നത്? അങ്ങനെയല്ല. ഈ സമ്പ്രദായത്തിൽ അഥവാ അന്നുണ്ടായിരുന്ന അടിമത്ത സമ്പ്രദായത്തിൽ അടിമകൾക്കും നേട്ടമുണ്ടായിരുന്നു. ഒരു അടിമ അയാളുടെ മാസ്റ്ററിനോട് നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മാസ്റ്ററിനോട് നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ അടിമക്കും ധാർമ്മികമായ ബോധവും അതുപോലെ നന്മയേറിയ ബൗദ്ധിക കഴിവും ഈ അടിമക്കും ലഭിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ രണ്ടാം തരമായിട്ടാണ് കണക്കാക്കുന്നത്. അഥവാ അവർക്കുണ്ടാകുന്ന ആ ഒരു മഹത്വമുണ്ടല്ലോ അടിമകൾക്കുണ്ടാകുന്നത്, അത് ഉടമകളിൽ നിന്നും പകർന്നു കിട്ടുന്നതാണ്. ആ പകർന്നു കിട്ടുന്നതിനെ അതിനെയും ഇൻഫീരിയർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മുതലാളിക്ക് പിന്നെ സ്വന്തം വകയിലുള്ളതായ ബുദ്ധിയും മറ്റൊക്കെയാണ് ഉള്ളത്. അടിമകൾക്ക് ഉള്ളത് മുതലാളിയിൽ നിന്ന് ലഭിച്ചതാണ്. ഒരു അടിമ മുതലാളിയോട് നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് നല്ല സ്വഭാവം മറ്റും ലഭിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ്, അഥവാ രണ്ടാം തരത്തിലായിട്ടാണ്. ഒരു അടിമ മാസ്റ്റർ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉടമയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അയാൾക്ക് വെർച്യു ലഭിക്കുന്നില്ല, മഹത്തരം അല്ലെങ്കിൽ നല്ല ചിന്താഗതി ലഭിക്കുന്നില്ല. അഥവാ അടിമകൾക്ക് ഒന്നുകിൽ വെർച്യു ഇല്ലാത്ത അവസ്ഥ, വെർച്യു എന്ന് പറഞ്ഞാൽ നന്മ എന്നർത്ഥം, നന്മ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നന്മ, ഈ രണ്ട് രൂപത്തിലുള്ള ഏതെങ്കിലും ഒന്നേ ഓരോ അടിമക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മാസ്റ്ററിൻ്റെ കീഴിൽ അടിമയായി നിൽക്കലാണ് ഒരു അടിമയെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലത്. അങ്ങനെ അടിമയായി നിൽക്കലോടുകൂടി മാസ്റ്ററിൽ നിന്ന് കുറച്ചെങ്കിലും വെർച്യു ആ അടിമയ്ക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അതിലൂടെ വെർച്യു ഉള്ള ഒരു ചെറിയ രൂപത്തിലുള്ള ജീവിതമെങ്കിലും അദ്ദേഹത്തിന് നയിക്കാൻ കഴിയുമല്ലോ. ഓരോ അടിമയും ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമായി ഒരു അടിമ മാറിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെയും ഭാഗമായിട്ട്, അഥവാ രാജ്യത്തിൻ്റെയും ഭാഗമായിട്ട് ആ അടിമ മാറുന്നു. അടിമ സമ്പ്രദായം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി അരിസ്റ്റോട്ടിൽ ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവയിൽ ഒരു 8 പോയിന്റുകളാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. പേജ് നമ്പർ 37 എല്ലാവരും ഓടി വരേണ്ടതാണ്. 38 എത്തിയിരിക്കുകയാണ്. 38-ാം പേജിലേക്ക് എല്ലാവരും എത്തിച്ചേരേണ്ടതാണ്. ടെക്സ്റ്റ് നോക്കണം, എങ്കിൽ മാത്രമേ ഈ വായിക്കുന്നതിൻ്റെയൊക്കെ ആശയം അപ്പോൾ തലയിൽ കയറുകയുള്ളൂ. അല്ലെങ്കിൽ വെറും പ്രസംഗം കേട്ടിട്ട് പോകുന്നത് പോലെയായി പോകും. ഒരു സമൂഹത്തിൽ അടിമ എപ്പോഴും ഉടമയുടെ ഇൻഫീരിയർ ആയിട്ടാണ് നിൽക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സുപ്പീരിയോറിറ്റി പവർ ഉള്ളത് ഉടമക്കാണ്, അടിമക്ക് ഇൻഫീരിയർ പവർ ഇൻഫീരിയർ താഴ്ന്ന പദവി മാത്രമേ ഉള്ളൂ. അഥവാ സുപ്പീരിയറായ ആളുടെ കീഴിൽ നിൽക്കേണ്ടയാളാണ് ഇൻഫീരിയർ. ഒരു സ്റ്റേറ്റിൽ ഒരു രാജ്യത്ത് മാസ്റ്ററാണ് സുപ്പീരിയർ. അടിമയേക്കാളും സുപ്പീരിയർ അവിടുത്തെ ഉടമയാണ്. സമൂഹത്തിൽ രണ്ടാമത്തെ പോയിന്റായി പറയുന്നത്, സമൂഹത്തിൽ അസമത്വം ഉണ്ടായിരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൽ അസമത്വമുണ്ട്. കാരണം മനുഷ്യൻ സുപ്പീരിയറായിട്ടും ഇൻഫീരിയറായിട്ടും ജനിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉന്നതനായിട്ടും താഴ്ന്നവനായിട്ടും ജനിക്കുന്നുണ്ട്. അപ്പം തന്നെ അസമത്വം ഇവിടെ നിലനിൽക്കുന്നു. ഇത് ഒരു പ്രകൃതിയായി ഉണ്ടായതാണ്. ഇതിനെ ജനങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എല്ലാവരും തുല്യരായല്ല ജനിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തെ ചങ്ങായി പറഞ്ഞിട്ട് ചാവട്ടി കൂട്ടിണ്ടാവുമല്ലോ പുള്ളി. മൂന്നാമത്തെ പോയിന്റായി ഇദ്ദേഹം പറയുന്നത് അടിമത്തവുമായി ബന്ധപ്പെട്ട ചില തത്വങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒന്നും പറയാൻ പാടില്ല, കാരണം അത്ര തെറ്റായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. അരിസ്റ്റോട്ടിൽ ബായ് പറയുന്ന ഒരു കാര്യം, മനുഷ്യന് ശരീരമുണ്ടല്ലോ, ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതേപോലെ സമൂഹത്തിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള വിഭാഗമുണ്ട്. വ്യത്യസ്തമായ ജനങ്ങൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ചില പ്രവർത്തനങ്ങൾ സുപ്പീരിയർ അഥവാ ഉന്നതമായ പ്രവർത്തനങ്ങളാണ്, മറ്റു ചില പ്രവർത്തനങ്ങൾ താഴ്ന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഉന്നതമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ആരാണ്, താഴ്ന്ന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ആരാണ് എന്ന് വ്യക്തമായല്ലോ. അടിമത്തത്തെ അനുകൂലിച്ചുകൊണ്ട് അരിസ്റ്റോട്ടിൽ ബായ് പറയുന്ന നാലാമത്തെ പോയിന്റ് പറയുന്നത്, മാസ്റ്റർ തന്നെ മുതലാളിക്ക് ഒരു ലെയ്സറായി പ്രവർത്തിക്കണം അടിമ. ലെയ്സർ എന്ന് പറഞ്ഞാൽ സുഖാഡംബരം എന്ന് പറയാം, അല്ലെങ്കിൽ സുഷുപ്തിയിൽ മുന്നോട്ട് പോകാനുള്ള സഹായങ്ങൾ അടിമ ചെയ്തു കൊടുക്കണം. അതാണ് അടിമത്വം. ഒരു മാസ്റ്ററിന് നല്ല നയിക്കാൻ അടിമത്വം ഉണ്ടായിരിക്കണം. അയാളുടെ നല്ല ജീവിതത്തെ അടിമകളുമായി പങ്കുവെക്കണം. അതാണ് നാലാമത്തെ പോയിന്റായി പറഞ്ഞിരിക്കുന്നത്. അടിമത്ത സമ്പ്രദായത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി 5ാമത്തെ പോയിന്റായി അരിസ്റ്റോട്ടിൽ ബായ് പറയുന്നത്, സ്ലേവറി ഇല്ലാതെ
ഗ്രീക്ക് സാമൂഹ്യ വ്യവസ്ഥിതി വളരെ താഴ്ന്നു പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അടിമത്തം നിരോധിക്കുകയാണെങ്കിൽ, ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ഗ്രീസിലെ സാമൂഹ്യ വ്യവസ്ഥിതി തകർന്നു പോകുമെന്നാണ് ഈ പുള്ളി പറയുന്നത്. ആറാമത്തെ പോയിൻ്റായി അരിസ്റ്റോട്ടിൽ പുള്ളി പറയുന്നത്, മനുഷ്യന് ഒരു പെർഫെക്റ്റ് ജീവിതം നയിക്കണമെങ്കിൽ അടിമത്തം ഉണ്ടായിരിക്കണം. പെർഫെക്റ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജീവിതം നേടിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സമ്പൂർണ്ണത കൈവരിക്കണമെങ്കിൽ അടിമത്തം ഉണ്ടായിരിക്കണം. നല്ല മാനസികവും ചിന്താശക്തിയുമായി നല്ല ഉന്നതിയിലുള്ള ആൾക്കാർക്ക് ശാരീരികമായി ബലഹീനത ഉണ്ടായേക്കാം. ശാരീരികമായി നല്ല കഴിവുള്ള ആൾക്കാർക്ക് മാനസികമായി തീരെ കഴിവില്ലാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. അപ്പോൾ രണ്ടും കൂടി ഒപ്പം കൂടി ചേരുകയാണെങ്കിൽ, അഥവാ നല്ല ബുദ്ധിശക്തിയുള്ള മാനസികമായി നല്ല ഉന്നതിയിലുള്ള ആൾക്ക് സഹായത്തിനായി ശാരീരികമായി കഴിവുള്ള ആൾക്കാർ വരികയാണെങ്കിൽ മനുഷ്യന് പെർഫെക്ഷൻ ലഭിക്കും, എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണത ലഭിക്കും എന്ന് അരിസ്റ്റോട്ടിൽ പുള്ളി പറയുന്നു. സമ്പത്തുണ്ടാക്കാനോ അധികാരം നേടിയെടുക്കാനോ വേണ്ടി ഒരടിമയെയും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും അരിസ്റ്റോട്ടിൽ പുള്ളി പറയുകയാണ്. അടിമത്ത സമ്പ്രദായം ഉള്ളത് കാരണത്താലാണ് അടിമകൾ സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള അടിമത്തം കാരണത്താലാണ് ഈ അടിമകൾക്ക് നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ കഴിയുന്നത്. പക്ഷേ ആ നന്മ നിറഞ്ഞ ജീവിതം രണ്ടാം തരം ജീവിതമാണെന്നേ ഉള്ളൂ, രണ്ടാം തരമായ നന്മ നിറഞ്ഞ ജീവിതം എന്നേ ഉള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ ജീവിതം നയിക്കാൻ കഴിയുന്നത് അടിമത്തം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അഥവാ തീരെ മൂല്യമില്ലാത്ത അല്ലെങ്കിൽ നന്മയില്ലാത്ത ജീവിതം നയിക്കണമോ, രണ്ടാം തരത്തിലുള്ള മാന്യമായ ജീവിതം അല്ലെങ്കിൽ നല്ലതായ ജീവിതം നയിക്കണമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സ്ലേവറി അഥവാ അടിമത്തം. അങ്ങനെ അടിമത്തവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള ആശയമാണ്. അരിസ്റ്റോട്ടിൽ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെ അഭിപ്രായപ്പെട്ടു. ഇതോടുകൂടി നമ്മുടെ പാഠവും കഴിയുന്നതാണ്. രണ്ടാമത്തെ മൊഡ്യൂളും അവസാനിക്കുന്നതാണ്. അരിസ്റ്റോട്ടിൽ ഓൺ ഫാമിലി, 38ാമത്തെ പേജിൽ ഫാമിലിയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്, ഫാമിലി അഥവാ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായൊരു സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനഃപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്ത് രാജ്യം എന്ന സമ്പ്രദായം നിലവിലുണ്ടാകുന്നതിന് മുമ്പേ തന്നെ കുടുംബം എന്ന സമ്പ്രദായം നിലനിന്നിട്ടുണ്ട്. ആദിമ മനുഷ്യൻ വരെ കുടുംബം പുലർത്തിയിട്ടുണ്ട്. ഒരു കുടുംബമില്ലാതെ ഒരു രാജ്യമില്ല. ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര പോയിൻ്റാണ്, അഥവാ ഏറ്റവും അടിസ്ഥാനപരമായ പോയിൻ്റാണ് ഫാമിലി എന്നത്. ഒരു കുടുംബത്തിൽ 3 രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ പുള്ളി പറയുന്നു. ഒന്നാമതായി പറയുന്നത് ഭാര്യയും ഭർത്താവിനും തമ്മിലുള്ള ബന്ധം. രണ്ടാമതായി പറയുന്നത് മക്കളും രക്ഷിതാക്കൾ അഥവാ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. മൂന്നാമതായി പറയുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം. അങ്ങനെ 3 ബന്ധമുണ്ട് എന്ന് നമ്മുടെ പുള്ളി പറയുന്നു. അഥവാ ഒരു കുടുംബത്തിലെ കുടുംബനാഥന് 3 തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധിപന് അവരുടെ സമൂഹത്തിനുള്ളിൽ ആകെ ഒരു ബന്ധമേ ഉള്ളൂ. അത് ഭരിക്കുന്ന ഭരണാധിപനും ഭരിക്കപ്പെടുന്ന ഭരണീയനും, ഭരണിയും പിന്നെ പാത്രം കുപ്പിയൊന്നും വിചാരിക്കേണ്ട, സാധാരണ ജനങ്ങളും ഭരണാധികാരിയും തമ്മിലുള്ള ആ ഒരു ബന്ധം മാത്രമേ ആ രാജാവിന് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായൊരു കാര്യമാണ്, കുടുംബവും സ്റ്റേറ്റും വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രകൃതത്തിലും വ്യത്യസ്തമാണ്, അതിൻ്റെ നിലവാരത്തിലും വ്യത്യസ്തതയുണ്ട്. ഒരു ഫാമിലിയിൽ ഒരു സ്റ്റേറ്റ് ഉൾപ്പെടുന്നില്ല. അതേസമയം ഒരു സ്റ്റേറ്റിൽ നിരവധി ഫാമിലികൾ ഉൾക്കൊള്ളുന്നുണ്ട്. അടിസ്ഥാനപരമായതും ശാരീരികമായതും ബുദ്ധിപരവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ഫാമിലി നിലകൊള്ളുന്നത്. എന്നാൽ സ്റ്റേറ്റ് നിലകൊള്ളുന്നത് ഇൻ്റലക്ച്വൽ നീഡ്സിന് അഥവാ ബുദ്ധിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു ഫാമിലിയെ നിയന്ത്രിക്കാൻ സ്റ്റേറ്റിന് കഴിയും, എന്നാൽ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഫാമിലിക്ക് കഴിയുകയില്ല. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ വെറും ശാരീരികമായ
സന്ധി മാത്രമല്ല, കരാറ് മാത്രമല്ല, അത് എന്നേക്കുമുള്ള സൗഹൃദമാണ്. ഒരു നിബന്ധനയുമില്ലാത്ത സൗഹൃദമാണ് കുടുംബം. ഒരു കുടുംബത്തെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഭരിക്കേണ്ടത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷൻ ആയിരിക്കണം എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. ഇന്നത്തെ കാലത്ത് കേൾക്കണ്ട, പെണ്ണുങ്ങന്മാർ പോയി തല്ലിക്കൊല്ലും. കാരണം പുരുഷന്മാരാണ് ഒരു കുടുംബത്തെ പിന്നെ എന്താണ് പറയുക ഭരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്താ നമുക്കതിന് കഴിയൂലേ എന്ന് ചോദ്യം വരും. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങൾ ആധുനിക കാലത്ത് തെറ്റായി വരുന്നുണ്ട് എന്ന് ചില ആൾക്കാർ അറിയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗ്രീസിലെ തത്വചിന്തകന്മാരെ കുറിച്ച് കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 3-4 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ്, അങ്ങനത്തെ 3 ആൾക്കാരെ പറഞ്ഞു. അതിൻ്റെ കൺക്ലൂഷനാണ് അഥവാ ഉപസംഹാരം. അരിസ്റ്റോട്ടിലിനെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം രാഷ്ട്രീയമായ തത്വങ്ങളെ വളരെ വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി അവതരിപ്പിച്ചത് കാരണത്താൽ പൊളിറ്റിക്സിനെ ഒരു മാസ്റ്റർ സയൻസാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു നല്ല പദവിയുള്ള ഒരു വിഷയമാക്കി പൊളിറ്റിക്സിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഒരു ഒറിജിനൽ ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. ഒറിജിനൽ ചിന്തകൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരവധി പൊളിറ്റിക്കൽ ചിന്തകന്മാരെ സ്വാധീനിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ഇദ്ദേഹത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി രാഷ്ട്രീയ ചിന്തകന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. ആധുനികാലല്ല, മധ്യകാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിലും യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ അരിസ്റ്റോട്ടിലിൻ്റെ തത്വങ്ങളും ആശയങ്ങളും പഠിപ്പിച്ചിരുന്നു. അരിസ്റ്റോട്ടിലിൻ്റെ തത്വങ്ങൾ പഠിക്കാതെ ഒരു പൊളിറ്റിക്കൽ സയൻസ് പൂർണ്ണമാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ മഹത്വങ്ങളൊക്കെ കുറേ പറഞ്ഞു. അയാളുടെ കുറേ ആശയങ്ങളൊക്കെ പറഞ്ഞു. അതിന് വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ പുസ്തകത്തിലുള്ളത് വായിച്ചെന്നേ പറയാൻ പറ്റൂ. 39 പേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പാഠം അവസാനിച്ചിരിക്കുകയാണ്. 3-ാമത്തെ മൊഡ്യൂളായ റോമൻ പൊളിറ്റിക്കൽ തോട്ട്, ഇത് ഗ്രീക്കാണ് ഇതുവരെ പറഞ്ഞത്. ഇനി റോമൻ പൊളിറ്റിക്കൽ തോട്ടാണ് ഇനി പറയാനുള്ളത്.